ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് സ്റ്റേഷനറീസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു വലിയ ബോക്സിൻ്റെ അകത്ത് എൻ്റെ കുറേ സ്റ്റേഷനറീസ് ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ ഇന്നതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓക്കെ, ഇത് ഗൈസ്, ഇത് ഒരു സ്കെച്ച് പെൻ പോലത്തെ ഒരു സാധനമാണ്. 5 കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അതിൽ കൊടുത്തേക്കണ ഇതൊരു ടീഷർട്ട് മാർക്കറാണ്. നമ്മളത് ഷർട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഗൈസ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ അടുത്ത സാധനം ഇതൊരു കുഞ്ഞ് ബോക്സാണ് ഗൈസ്. അപ്പോൾ നമ്മളിതിങ്ങനെ ബോക്സ് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു പാമ്പിറങ്ങി വരും. നമുക്ക് കുറേ പേര് ഇത് പേടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ അടുത്തുള്ളത് ഇതേ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉള്ളൊരു ബാഡ്ജാണ്. ഇത് ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞാൻ കുത്താൻ വേണ്ടി ഞാൻ മേടിച്ചാണ് ഗൈസ്. കണ്ടോ, ഒരു ബാഡ്ജാണ്. പിന്നെ അടുത്ത സാധനം, പിന്നെ നമുക്ക് റബ്ബറൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ റബ്ബറാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഗൈസ് ഈ ബോക്സിൽ. കണ്ടോ, ഇത് 4 ഒരേ കമ്പനിയുടെ 4 റബ്ബർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കവർ പോലും തുറന്നിട്ടില്ല ഗൈസ്. കാരണം ഇത് എനിക്ക് അങ്ങനെ ആവശ്യം വരാറില്ല റബ്ബർ. ഞാൻ 1-2 ഒക്കെ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് റബ്ബർ കഴിഞ്ഞിട്ടില്ല ഗൈസ്. റബ്ബറിൻ്റെ അടുത്ത 2 സെയിം പോലത്തെ കിട്ടിയിട്ടുണ്ട്. ഇതും ഞാൻ കവർ തുറന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് വേറൊരു പ്രാന്തുള്ളത് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള റബ്ബറൊക്കെ ഞാൻ കാണുമ്പോൾ അതൊക്കെ ഞാൻ മേടിക്കും ഗൈസ്. പക്ഷെ ഞാൻ ഉപയോഗിക്കില്ല, കാരണം അത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. നമുക്ക് ഉപയോഗിക്കാനേ തോന്നൂല. അങ്ങനത്തെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഒക്കെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമുക്ക് ഒരു റെയിൻബോ, ഒരു ക്ലൗഡും റെയിൻബോ ഉള്ളതുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു റൈസ് ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് നീമോനെയാണ് ഓർമ്മ. പിന്നെ നമുക്കിതേ ഒരു മുല്ലപ്പൂവോ എന്തോ ഒരു സാധനത്തിൻ്റെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കൊരു മെർമെയ്ഡ് ഉണ്ട് ഗൈസ്. ഇതും ഞാൻ കവർ ചെയ്യുന്ന പോലും എടുത്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ എന്തോ ഒരു ബാർബി സെറ്റ് എനിക്ക് ആരോ തന്നപ്പോൾ എനിക്ക് കിട്ടിയാണ് അതിൽ നിന്ന്. ഇതും ഞാൻ കവർ തുറന്നിട്ടില്ല ഗൈസ്, ആസ് യൂഷ്വൽ. പിന്നെ എനിക്കൊരു സാധനം കൂടെ ഇല്ലായിരുന്നല്ലോ. ഇത് പെൻസിലിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ കുത്തണ ടൈപ്പ് റബ്ബറാണ്. പിന്നെ എനിക്കൊരു ഉള്ളത് ഇതൊരു ഐസ്ക്രീം പോലെയാണ് ഇരിക്കുന്നത്. ഇത് റബ്ബറാണോ എന്ന് എനിക്ക് ശരിക്കും ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഗൈസ് ഇത്. പിന്നെ നമുക്കുള്ളത് ഇത് നമ്മുടെ ഈ പേന പെൻസിൽ പോലത്തെ ഇങ്ങനത്തെ ഒരു റബ്ബറാണ്. ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ബാക്കി കുത്തുന്ന ടൈപ്പ്. ഇതിന് 5 കളേഴ്സ് ഉണ്ട് ഗൈസ്. പർപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു കളർ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇതേ കണ്ടോ ഗൈസ്, പിങ്ക് തേഞ്ഞ് പോയി. അപ്പം ഞാനിപ്പോൾ പർപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ക്യൂട്ടാണ് ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ റബ്ബറൊക്കെ തീർന്നു ഗൈസ്. പിന്നെ നമുക്ക് ഷാർപ്നേഴ്സ് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതുണ്ട്. ഇത് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷാർപ്നറാണ്. മെക്ഡൊണാൾഡ്സിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷാർപ്പ് ചെയ്യാനുള്ള ഹോളുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 ഫ്രഞ്ച് ഫ്രൈസിൻ്റെ 2 ഹാഫ് ആക്കുമ്പോൾ നമുക്കിത് കളയാം, വേസ്റ്റൊക്കെ അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ അടുത്തുള്ള നമ്മുടെ ഷാർപ്നർ ഞാൻ നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ബാർബി ഇറേസറിൻ്റെ കൂടെ കിട്ടിയൊരു ഷാർപ്നറാണിത്. കണ്ടോ, ഇതും ബാർബിയാണ്. പിന്നെ നമുക്ക് അടുത്തുള്ളത് ഇതൊരു ട്രക്കോ എന്തൊരു സാധനമാണ് ഗൈസ്, എന്തൊരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ നമുക്ക് ഷാർപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഊരിയാൽ നമുക്ക് അത് കളയുകയും ചെയ്യാം ഗൈസ്. അപ്പോൾ അതാണ് ആ ഷാർപ്നർ. പിന്നെ എനിക്കുള്ളത് ഇത് 2 നോർമൽ ഷാർപ്നേഴ്സാണ് ഗൈസ്. നമുക്ക് ഈ കളർ പെൻസിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ടൈപ്പ് ഷാർപ്നറാണിത്.
അപ്പോൾ ഷാർപ്നർ അത്രേ ഉള്ളൂ ഗൈസ്. പക്ഷേ എനിക്ക് റബ്ബറും ഷാർപ്നറും മിക്സ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ നമുക്ക് ഷാർപ്പ് ചെയ്യാം, ഇത് ഊരിയിട്ട് നമുക്ക് വേസ്റ്റ് കളയാം. പിന്നെ അതിൻ്റെ മറ്റേ സൈഡിൽ തുറന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു റബ്ബറും ഉണ്ട്, നമുക്ക് രണ്ടും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ അടുത്തത് ഇത് ഈ ആംഗ്രി ബേർഡ്സിൻ്റെ കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷാർപ്പ് ചെയ്യാൻ ഒരു ഹോളുണ്ട്, അത് ഊരിയിട്ട് നമുക്ക് കളയാം. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഊരിയാൽ ഇച്ചിരി പാടാണ് ഊരാൻ. ഇത് ഊരിയാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പച്ച കളർ ഒരു റബ്ബറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ ഇതുണ്ട്. ഇതിൽ 5 കളേഴ്സാണ് ഉള്ളത്, 100 ഷീറ്റ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ നമുക്ക് പേനകൾ നോക്കാമല്ലേ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് നമ്മുടെ ഇത് 4 കളറുള്ള പേനയാണ് ഗൈസ്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഗൈസ്. പിന്നെ ഉള്ളത് നമുക്ക് അതേപോലത്തെ തന്നെ, ഇത് പക്ഷെ വലുതാണ് ഗൈസ്. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. 8 കളർ കണ്ടിട്ട് ഗൈസ്. ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, കുറേ ഉണ്ട് ഗൈസ്. ഇത് നല്ല വലുതാണ്. പിന്നെ നമുക്ക് പെൻസിൽ നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ബാർബി സെറ്റിൽ നിന്ന് കിട്ടിയ ഒരു പെൻസിലാണ്. ഇത് മെക്കാനിക്കൽ പെൻസിൽ പോലെ ഞെക്കുമ്പോൾ വന്ന ടൈപ്പാണ് ഗൈസ്. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ഇതിൽ കുറേ നിബുണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. നമുക്ക് എന്തോരം നിബുണ്ടെന്ന് നോക്കാം ഗൈസ്. നല്ല വലുതാ ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇത്ര വലിയ നിബാണ് ഇതിനുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഞെക്കി പിടിച്ചിട്ട് അടുത്തായിട്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഇതൊരു ടോയ് ആണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഈ ടോയിന് ഇട്ടാൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഇതെനിക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാറുള്ളതാണ് ഗൈസ്. ടീച്ചർമാരൊക്കെ തരാറുള്ളതാണ്, നല്ല മാർക്കൊക്കെ കിട്ടുമ്പോൾ തരാറുള്ള. ഇത് പേപ്പർ ക്ലിപ്പാണ്, ബട്ടർഫ്ലൈയുടെ. പിന്നെ നമുക്കുള്ളത് ഇത് എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ തീർന്നു ഗൈസ്. ഇത് മാത്രം ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളൂ. ഇത് 3 ഗ്ലിറ്റർ ഗ്ലൂ ആണ് ഗൈസ്. എനിക്ക് ബ്ലൂ ഉണ്ട്, പിന്നെ ഇതെന്ത് കളറാണാവോ, ഇങ്ങനത്തെ ഒരു റെഡ് പോലത്തെ ഒരു കളറും ഉണ്ട്, പക്ഷേ പിന്നെ ഇതും ഉണ്ട്. ഇത് കഴിയാറായി തോന്നുന്നു. ഇതൊരു റെഡി കളറാണ്. ഇത് കഴിയാറായി എനിക്ക് തോന്നണേ, കാരണം അത് കണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഫേവറേറ്റ് സ്റ്റേഷനറീസ്. പിന്നെ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ തോന്നുന്ന കുറേ സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനിതൊക്കെ ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാനിതൊക്കെ ട്രൈ ചെയ്ത് കാണിക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ ഇത്ര മാത്രമല്ല ഗൈസ് സ്റ്റേഷനറി ഉള്ളത്. ഞാൻ കൂട്ടി വെച്ച കുറേ പേനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.